എൻട്രൻസ് ഇതൊരു ടീമ ഇടല് ഒരുമാതിരി ഇരിക്കുന്നില്ലമ്മ. ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മാമേരെ വീട്ടിൻ്റെ അവിടെ പൊങ്കാലയാണ് സുഹൃത്തുക്കളെ. അമ്മാമ റെഡിയാണോ? ഞാൻ ഇതെന്തിന് പാക്ക് ചെയ്യുന്ന അമ്മാമയ്ക്ക്? എനിക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക സുഹൃത്തുക്കളെ. ഒരു വെയിൽ കിട്ടും പിന്നീട്. നമ്മളങ്ങനെ ഇറങ്ങാനാട്ടോ. ഇറങ്ങിയിരിക്കുന്നു സുഹൃത്തുക്കളെ. എന്താ ചേച്ചിനി 30 രൂപ തന്നെ പേഴ്സ് എടുത്ത് പോണ് തിരിച്ചു കൊണ്ട് നടക്കുകയാണ് കേട്ടോ. അതൊക്കെ അങ്ങനെ ഇറങ്ങിയിരിക്കുന്നു. നടന്നുകൊണ്ടിരിക്കും. നമുക്ക് ഇനി ബസ് സ്റ്റോപ്പിൽ ചെന്നിട്ട് എടുക്കാം. അപ്പോൾ ഗൈസ്, ബസ് സ്റ്റോപ്പിൽ എത്തി കേട്ടോ. തന്നെയാണ് വരുന്ന വഴിക്ക് അമ്മയ്ക്ക് ഉണ്ട് കേട്ടോ. സാധനങ്ങൾ വാങ്ങിച്ചാ കുളിച്ച എന്തിന് എടുക്കണ ആശുപത്രിയിൽ ഫാസ്റ്റിൽ പോവാ. ഇപ്പൊ ഒരു ഫാസ്റ്റ് ഉണ്ട്, ഇപ്പൊ മേലോട്ട് പോയിരിക്കുന്നു. അതിൽ അപ്പൊ 11 മണിക്കുള്ളിൽ പോവാ. സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് പൂജയ്ക്കുള്ള നമുക്ക് പിന്നെ എടുക്കാം. ഭയങ്കര ചവറാണല്ലേ, ചവറായിട്ട് കിടക്കുന്നു. മൊത്തം ചവറായി. പിന്നെ എടുക്കാം. ഇനി ഒന്ന് വില ഇറങ്ങട്ടെ. ഭയങ്കര ഇതായിട്ടാ, രക്ഷയില്ല. ഇത് തന്നെ നല്ലത്. ശരിയാവില്ല. എന്താ കഴിഞ്ഞ ജമന്തി പൂത്ത് നീ ഇല മുറിയണം ഗൈസ്. നീ ഇല മുറിയണം. ഒരു ഇല മുറിഞ്ഞിട്ട് എടുക്കാം കേട്ടോ. ഒരു ഇല മുറിയണം. കുറച്ച് വേണ്ട കീരയാണ്. ശർക്കര എത്താടോ. എൻ്റെ പൊങ്കാലയ്ക്കുള്ള സാധനങ്ങളൊക്കെ സെറ്റാണ്. ശർക്കര പിന്നെ കേസ് അങ്ങനെ നല്ല തേങ്ങ എരി എനിക്ക് പറ്റില്ല കേട്ടോ. അയ്യോ ഞാൻ ചെയ്തു, പക്ഷെ അമ്മയ്ക്ക് വേദന ചെയ്തില്ല. അമ്മ അവളെ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു.
അതിനുള്ള സെറ്റപ്പൊക്കെ ചെയ്ത് സൂം ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഈ തീം എടുത്തത്. സാധനങ്ങളെല്ലാം സെറ്റാണ്. പഴമുണ്ട്, സാമ്പ്രാന്തിരിയുണ്ട്, പൂജയ്ക്ക് ഇത് എല്ലാ സാധനവും, ശർക്കര, അരി എല്ലാം ഉണ്ട്. കേഴ്സര് എല്ലാ സാധനങ്ങളും. പിന്നെ വേണ്ട അത് പൊങ്കാലിക്കുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വെച്ച്, വിറക് എടുത്ത് വെച്ച് എല്ലാം സെറ്റാണ്. ഇതേ പൂ നമ്മളവിടെ ഉണ്ട്. സൂപ്പറായിട്ട് അടിപൊളിയായിട്ടുണ്ട്. പൂ അടിപൊളി പൂവാണ്. അതിൻ്റെ നേരായണ്ട് സൂപ്പറാണ്. പാട്ടൊക്കെ തുടങ്ങി. ന്യൂസാണ് ലാസ്റ്റ് ദിവസം. ഇന്നലെ തുടങ്ങിയാണ്. 2 ദിവസമേ ഉള്ളൂ, ഇന്നലെ ഇന്നും. ഈ കോവിലെ ലാസ്റ്റ് ദിവസമാണ്. ഇത് കഴിഞ്ഞ് നമുക്ക് മലയാടി ഒരു ദിവസം പോവാം. അമ്മയ്ക്ക് കൊണ്ട് ആശുപത്രി പോകണം. അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഇന്ന് ഒരു വീഡിയോ എടുക്കുന്നുള്ളൂ. എല്ലാം കൂടെ ഒരുമിച്ചിടാന്ന് വിചാരിച്ചു. എല്ലാം കൂടെ എല്ലാത്തിൻ്റെയും കൂടെ കാര്യം ഒന്നിച്ചിടാന്ന് വിചാരിച്ചു. പൊങ്കാലയുണ്ട്. അമ്മമ്മയെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോകേണ്ട ആവശ്യമുണ്ട്. അമ്മമാര് പല്ലിളക്കാൻ കൊണ്ടുപോകണം. അത് കൊണ്ടുവന്നിട്ട് 11:30 വണ്ടി ഉണ്ടെങ്കിൽ അതിൽ കയറി വരാം. 11:30 12 മണിയുടെ വല്ല ബസ്സുണ്ടെങ്കിൽ അതിൽ കയറി. 12:30 ഉള്ളൂ. ഇത് കഴിഞ്ഞ് ഇനി 12:30 ഉള്ളൂ ബസ്. 11:30 കഴിഞ്ഞ് ഇനി 12 മണി കഴിഞ്ഞിട്ടേ ഉള്ളൂ ഇവിടെ ബസ്. അത് ചോനാമ്പാറയെന്നുള്ളത്. 12:30 എന്തോ പറഞ്ഞാൽ ചോനാമ്പാറ. 12:20 ആവുമെന്ന് തോന്നുന്നു വരുമ്പോൾ. അത് ചിലപ്പോൾ നേരത്തെ വരും. അതിന് മുന്നേ അവിടെ നിൽക്കണം, ബസ് സ്റ്റോപ്പിൽ നിൽക്കണം കേട്ടോ. ഇനിയിപ്പോൾ വണ്ടിയൊക്കെ എടുത്തതിന് വെച്ചാൽ നമുക്കൊരു ട്രിപ്പൊക്കെ എടുക്കാം. ട്രിപ്പ് തുടങ്ങാം കേട്ടോ. അത് ഗൈസ് പിന്നെ എടുക്കാം കേട്ടോ. ആട്ടമെല്ലാം ഒഴിഞ്ഞു പറഞ്ഞാൽ കയറി പോയി. അത് തന്നെ ഇപ്പോൾ ഇറങ്ങിയില്ലെങ്കിൽ നേരത്തെ ആട്ടകളൊക്കെ ഒഴിഞ്ഞു. ഗൈസ് അമ്മ പോയ കേട്ടോ. ആണെല്ലാം എടുത്ത് പോയിരിക്കുക കേട്ടോ. എടുത്തു ഇവിടെ മൊത്തവും ചവറ്. പിന്നെ എടുക്കാം. ഇങ്ങനെ ഇറങ്ങാൻ പോവുകയാണ് സുഹൃത്തുക്കളെ. 11 മണിക്കുള്ള ബസ്സിൽ കയറി പോകാൻ. എന്നും പൊങ്കാലയ്ക്ക് പോകുന്ന സാരി എടുത്തുകൊണ്ട് പൊങ്കാലയ്ക്ക് പോയിരിക്കുകയാണ്. വെള്ള സാരിയാണ്. വെള്ള സാരി എപ്പോഴും വെള്ള സാരി. ചിലപ്പോൾ വെള്ള സാരി വേറെ ചിലപ്പോൾ ഈ നേരത്തെ ഉണ്ടായ സമയത്ത് ഉണ്ടായിരുന്ന വാഴ അടിപൊളിയായിട്ട് അങ്ങനെ ഇറങ്ങാൻ വേണ്ടി പോകാനായിട്ട് ഇറങ്ങി. അത് ചെയ്യുമ്പോഴാണ് ഇറങ്ങിയിരിക്കും. നമുക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല. ഭയങ്കര വെയിലായിരിക്കും, ഭയങ്കര വേർക്കും കേട്ടോ. അപ്പോൾ
അമ്മാമ്മയെ കൊണ്ട് ആശുപത്രി പോകാമെന്ന് വിചാരിച്ചു. പൊങ്കാലായതുകൊണ്ട് ഭയങ്കര വെയിലായിരിക്കും. വന്നിട്ടാണ് അമ്പലത്തിൽ നിന്ന് കയറി തൊഴുത് അമ്മ ഇവിടെ ആക്കിയിട്ട് ഞാൻ പോയി തൊഴുത് സെറ്റായിട്ട് വരാം. അതൊക്കെ പിന്നെ ഇത് ഭയങ്കര ചവറ് കേട്ടോ. ആര് നോക്കുക എന്താ മരമൊക്കെ ഒതുങ്ങി കിടക്കുന്നു. അങ്ങനെ ഇറങ്ങിയാണ് കേട്ടോ. ഇനി എടുക്കാം. തുടങ്ങി കാണും. ദിവസം ഇറങ്ങിയിട്ട് നമുക്ക് പിന്നെ എടുക്കാം. സാധനങ്ങളൊക്കെ ഇറങ്ങി ആവശ്യത്തിന് പിന്നെ എടുക്കാം. ഗൈസ് ഇറങ്ങി കേട്ടോ. ഓക്കെ അവിടെ ക്ഷേത്രം, അവിടെ ക്ഷേത്രമാണ്. അവിടെ കുറ്റി പറഞ്ഞു ഭർത്ത കഴിയ आज आपको എല്ലാവരും വന്നേ കഴിച്ചിട്ട് പോവാം. നമ്മളിവിടെ എത്തി കേട്ടോ. നമുക്ക് അമ്പലത്തിൻ്റെ സൈഡ് എൻട്രൻസ്.
ഗൈസ് നമ്മൾ ചോറ് കഴിച്ചിട്ട് വന്നിട്ട് ഞാൻ മാത്രം. അപ്പോൾ ഗൈസ് അങ്ങനെ വീട്ടിലെത്തിയിരിക്കുന്ന സുഹൃത്തുക്കളെ ചാർജില്ലായിരുന്നു, അങ്ങനെ ഇതിലായിപ്പോയി കേട്ടോ. അങ്ങനെ ചാർജ് ചെയ്യുക. അപ്പം ഈ വീഡിയോ ഇവിടെ വെച്ച് വേണ്ടി നല്ലൊരു ദിവസമായിരുന്നു. ഇഷ്ടപ്പെട്ടു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ.